തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് കുഞ്ഞുമോൻ കുറ്റം സമ്മതിച്ചു. ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയർ മുറുക്കിയെന്ന പ്രതി. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് കുഞ്ഞുമോൻ കുറ്റം സമ്മതിച്ചു. ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയർ മുറുക്കിയെന്ന പ്രതി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വരന്തരപ്പള്ളിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് കുഞ്ഞുമോൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഭാര്യയെ കഴുത്തിൽ കയർ മുറുക്കിയാണ് പ്രതി കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഈ സംഭവം ഉണ്ടായ ഉടനെ ഈ ഭർത്താവ് കുഞ്ഞുമോൻ ബന്ധുക്കളെ ഉൾപ്പെടെ വിവരം അറിയിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് മരണപ്പെട്ടു എന്നാണ്. പക്ഷേ ഇതിൽ സംശയം തോന്നിയ ബന്ധുക്കളും അയൽവാസികളും ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി സ്റ്റേഷന് സമീപത്ത് തന്നെയാണ് ഇവരുടെ വീട്. വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പോലീസിനും ആദ്യഘട്ടത്തിൽ സംശയം തോന്നിയിരുന്നു. നെഞ്ചുവേദനയെ തുടർന്നുള്ള മരണമല്ല എന്ന രീതിയിൽ പോലീസിനും സംശയം തോന്നി. തുടർന്ന് ഈ ഭർത്താവ് കുഞ്ഞുമോനെ കസ്റ്റഡി എടുത്തു. ആദ്യം പോലീസിനോട് പ്രതി കുറ്റം സമ്മതിച്ചു. കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഈ മൊഴി മാറ്റി പറഞ്ഞു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ രീതിയിൽ പോലീസിന് മൊഴി നൽകിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പൂർണ്ണ വ്യക്തത പോലീസിനും കൈവന്നിരുന്നില്ല. ഒടുവിൽ ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് ത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഒടുവിൽ കുറ്റസമ്മതം നടത്തിയത്. ഇതിന് കാരണമായി പറയുന്നത് യുവതിക്ക് മറ്റൊരു സുഹൃത്തുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ള കാരണമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഈ കണക്ഷനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രതിയും അതായത് ഭർത്താവും ദിവ്യയും തമ്മിൽ വാക്കേറ്റം നടന്നു. പിന്നീട് അത് തർക്കത്തിലേക്ക് വന്നു. ഈ തർക്കം മൂർച്ഛിച്ചാണ് പിന്നീട് ഇത്തരത്തിൽ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്താൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതി വരന്തരപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതി കുറ്റസമ്മതം നടത്തിയ സ്ഥിതിക്ക് ഇനി അടുത്ത ഘട്ടം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി വരന്തരപ്പള്ളി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. വൃന്ദ, ശരി. തൃശൂർ വരന്തരപ്പള്ളിയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് ഒടുവിൽ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയർ മുറുക്കിയെന്ന പ്രതി പറയുന്നു. സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.